ദോശയാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും, നെയ് റോസ്റ്റ് പോലെ ക്രിസ്പി ആയിരിക്കില്ല. നല്ലൊരു തേങ്ങാ ചട്നി ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും തട്ട് ദോശ. ഈസിയായ റെസിപ്പി ആയതിനാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ തട്ട് ദോശ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. തട്ട് ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കപ്പാണ് മെഷറിംഗ് കപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, 240 ml കപ്പ്. ഈ ഒരു കപ്പിന് 1 കപ്പ് ഇഡ്ഡലി റൈസ്, പിന്നീട് 1 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്നുപരിപ്പ്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉലുവ, എനിക്ക് ഉലുവൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊരു പിഞ്ച് ഉലുവ മാത്രമാണ് എടുത്തിട്ട് ഈ ഉഴുന്നുപരിപ്പിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരു 1/4 ടീസ്പൂണോളം എടുത്തോളൂ. പക്ഷേ എനിക്കതിൻ്റെ രുചി അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു 4 പ്രാവശ്യം കഴുകി എടുത്തിട്ട് കൊണ്ടുവരാം. അരിയും ഉഴുന്നും എല്ലാം നന്നായി കഴുകി കഴിഞ്ഞു. അതിനുശേഷം ഇത് സോക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തിടണം. ഞാനിപ്പോൾ രാത്രിയാണ് ഇത് കുതിർത്തിടുന്നത്, അപ്പോൾ രാവിലെയാണ് അരക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് കുതിർത്തിടും. പകലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കുതിർത്തിടണം. അപ്പോൾ ഇതൊക്കെ അടച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് രാവിലെ അരക്കാം. അപ്പോൾ തട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുതിർത്തിട്ടുണ്ടായിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി കുതിർന്നു കഴിഞ്ഞു. ഇപ്പോൾ രാവിലെയായി. ആദ്യമായിട്ട് ഞാൻ ഉഴുന്നുപരിപ്പൊന്ന് നന്നായി കഴുകി ഒരു സ്ട്രെയിനറിലിട്ട് കൊണ്ടുവരാം. ഉഴുന്നുപരിപ്പ് കഴുകി സ്ട്രെയിനറിലിട്ട് കഴിഞ്ഞു. ഇതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പകുതിയോളം ഉഴുന്നുപരിപ്പ് മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ, നിറയെ ഇട്ടിട്ടില്ല. അതിലേക്കൊരൽപ്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ. നമ്മളെപ്പോഴും ഈ ഇൻഗ്രീഡിയൻസിൽ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസിനെ കാട്ടിലും നമ്മുടെ വിരലിൻ്റെ ഒരു ഇത്രയും ഭാഗം താഴെ ആയിരിക്കണം വെള്ളത്തിൻ്റെ ലെവല്. ഒരിക്കലും ഇൻഗ്രീഡിയൻസിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെള്ളം വന്നിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് ഉഴുന്നുപരിപ്പ് ഞാൻ അരച്ചിട്ടുണ്ട്. നല്ല സ്മൂത്തായി നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഉഴുന്നുപരിപ്പ് കൂടി അരച്ചെടുക്കട്ടെ. ഇത് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഉഴുന്ന് മുഴുവനായി അരച്ച് ഒരു വലിയ പാത്രത്തിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ ഈ മിക്സിയിൽ ഉഴുന്ന് അരച്ച വഴി തന്നെ ഒരല്പം വെള്ളം എടുത്ത് ഒന്ന് കഴുകി വെക്കണം. എന്താ വെച്ചാൽ ഉഴുന്ന് പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഹാർഡായി പോകും. പേസ്റ്റ് പോലെ ആയി കിട്ടുന്നതല്ലേ, അപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഗമ്മ് പോലെ അങ്ങനെ ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് അരക്കുന്നതിന് മുന്നേ നമ്മൾ ഈ മിക്സി ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലി റൈസ് ഒന്ന് കഴുകിയെടുത്ത് സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇഡ്ഡലി റൈസ് കഴുകി സ്ട്രെയിൻ ചെയ്തതാണ്. ഇത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ മിക്സി കഴുകിയിട്ട് ഇതിൻ്റെ അടിയിൽ ഇത്തിരി വെള്ളം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യം മിക്സി കഴുകുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ചല്ലേ കഴുകിയത്, അപ്പോൾ അതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. ഇഡ്ഡലി റൈസ് അരച്ച് കഴിഞ്ഞു. ഇതും പാത്രത്തിലോട്ടേക്ക് ഷിഫ്റ്റ് ആക്കട്ടെ. ഇനി നമുക്ക് പച്ചരിയാണ് അരക്കാനുള്ളത്. പച്ചരിയും ഇതുപോലെ കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് എടുക്കട്ടെ. പച്ചരിയും കഴുകി സ്ട്രെയിനറിലിട്ട് കഴിഞ്ഞു. ഇത് ഒരു മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് അരച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്കും ഒരല്പം വെള്ളം ചേർത്ത് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അരച്ചു കഴിഞ്ഞു. പച്ചരിയും ഇതും ഞാൻ പാത്രത്തിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇനി അടുത്തതായി ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ള അവിലാണ് എടുത്തത്. ഇതൊന്ന് കഴുകി ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഇങ്ങനെ എടുക്കട്ടെ. കഴുകി ഡ്രെയിൻ ചെയ്ത വെള്ള അവില് അത് വളരെ സോഫ്റ്റ് ആവും. ഒരു പ്രാവശ്യം കഴുകുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് സോഫ്റ്റ് ആകുന്നതാണ്. അതുകൊണ്ടാണത് കുതിർത്തിടാതിരുന്നത്. അപ്പോൾ ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒരല്പം മാത്രം വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കട്ടെ. വളരെ കുറച്ച് വെള്ളം ചേർക്കാം. ഒന്ന് അരച്ചെടുക്കട്ടെ. വെള്ള അവിലും ഞാൻ അരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഞാൻ പാത്രത്തിലോട്ടേക്ക് ഷിഫ്റ്റ് ആക്കട്ടെ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അരച്ചതിന് ശേഷം പാത്രത്തിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ്
ഈ തട്ടുദോശയുടെ മാവ് ഇരിക്കേണ്ടത് ഇഡ്ഡലി മാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, നേർത്ത് പോവരുത്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്തു. ഇനി ഒരു ചെറിയ ടിപ്പ്, അത് എന്താണെന്ന് പറയാം. ഇത് നമ്മുടെ കള്ളാണ്. ടോഡി ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കള്ളില്ലേ, അത് അപ്പത്തെ കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ അടിഭാഗത്തുള്ള ആ മട്ടൊക്കെ നമുക്ക് ഊറ്റിയെടുത്ത് തരും. അപ്പോൾ ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ കള്ള് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, അപ്പം ഒന്നുകൂടി നല്ല ടേസ്റ്റി ആവാനും നല്ലപോലെ സോഫ്റ്റ് ആവാനും വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അത് ഇല്ലയെന്ന് വെച്ചിട്ട് ഈ തട്ടുദോശ ചുടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കള്ളുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം പൊട്ടിച്ചെടുത്ത തേങ്ങാ വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അനങ്ങാതെ ഒരു 24 മണിക്കൂർ വെച്ചിരുന്നാൽ, പുറത്ത് തന്നെ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കരുത്. ഒരു 24 മണിക്കൂർ അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ കള്ളുഷാപ്പിൽ നിന്ന് കിട്ടുന്ന കള്ളിൻ്റെ അത്രയും എത്തില്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ കള്ളുണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കള്ള് പിന്നീട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ഇങ്ങനെ അരച്ചെടുക്കുന്ന അപ്പത്തിൻ്റെ മാവിൻ്റെ കൂടിയും കള്ളപ്പത്തിൻ്റെ മാവിൻ്റെ കൂടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിന് രുചിയും സോഫ്റ്റ്നെസ്സും ഒക്കെ കൂടുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. ഇതുപോലെ ഇപ്പം ഞാൻ ഈ അരച്ചുണ്ടാക്കിയ മാവ് വെച്ച് നമുക്ക് തട്ടുദോശ റെഡിയാക്കാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിത് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം ഞാൻ 1 ടീസ്പൂണോളം ചേർത്തൊന്ന് മിക്സ് ചെയ്യട്ടെ. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർക്കുവാണ്. ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് നല്ലപോലെ ഫെർമെൻറ്റഡ് ആവും. ഇത് പകൽ സമയത്തല്ലേ ഞാൻ അരച്ചത്, അപ്പോൾ ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കിന് ഇത് നന്നായി ഫെർമെൻറ്റഡ് ആവും. നല്ലപോലെ സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൻ്റെ ചൂടൊക്കെ നന്നായി കിട്ടുന്നത് കാരണം നല്ലോണം ഫെർമെൻറ്റഡ് ആവും. ജനലിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ആ ജനലിൽ നിന്ന് ഇതിലേക്ക് നല്ലപോലെ ചൂട് കിട്ടിക്കോളും. അല്ലെങ്കിൽ അടുപ്പിൻ്റെ സൈഡിലും വെച്ച് കൊടുത്താൽ മതി. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റൗവിൽ നിന്ന് കിട്ടുന്ന ചൂട് കൊണ്ട് ഫെർമെൻറ്റേഷൻ എളുപ്പമാവും. അങ്ങനെ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ എളുപ്പമാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് കിട്ടുന്ന ആ ചെറിയ ചൂട് വെച്ചും ഇത് പെട്ടെന്ന് ഫെർമെൻറ്റഡ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തണുപ്പ് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിന് ഒരു വുളൻ ക്ലോത്ത് വെച്ചൊന്ന് കവർ ചെയ്താൽ മതി. ആ വുളൻ ക്ലോത്തിൽ നിന്ന് കിട്ടുന്ന ആ ചൂട് കൊണ്ട് ഇത് ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് 3-4-5 ടിപ്സ് വെച്ച് നമുക്ക് ഫെർമെൻറ്റേഷൻ എളുപ്പമാക്കാം. അപ്പോൾ നമ്മൾ അരച്ചു വെക്കുന്ന പാത്രം എപ്പോഴും വലുതായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതച്ച് പൊങ്ങി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ നന്നായി കള്ളൊക്കെ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തു. ഇനി ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്ത് വെക്കുക. മിനിമമാണ് 8 മണിക്കൂർ. 12 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. മാവ് നല്ല പോലെ റെഡി ആയിക്കോളും. ഇനി ഞാനിത് അടച്ച് ജനലിൻ്റെ സൈഡിലോട്ടേക്കാണ് വെക്കുന്നത്. അങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമുക്ക് തട്ടുദോശ ചൂടാം. തട്ടുദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിമാവ് ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടിപ്പോൾ ഒരു 10 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടില്ലേ, ഇത് നല്ലപോലെ പൊങ്ങി ഇതിൻ്റെ മുകളിൽ ഭാഗം വരെ വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അടിയിലല്ലേ ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലപോലെ ഫെർമെൻറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണും ഒരു അല്പം കൂടെ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ജനറലി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യട്ടെ. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തട്ടുദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ എന്ന് പറയുന്നത് ഇത്തിരി തിക്കായ ബാറ്റർ തന്നെയാണ് വേണ്ടത്. ഇത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് ബാറ്ററിന് വേണം. ഇനി ഞാൻ ദോശക്കല്ല് അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. അപ്പോൾ ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. കൈ വെച്ച് കൊടുക്കുമ്പോൾ കൈക്ക് നല്ല ചൂട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശക്കല്ല് എപ്പോഴും നമ്മൾ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം മാത്രം ദോശ ഉണ്ടാക്കുക. ഇപ്പോൾ ദോശക്കല്ല് കറക്റ്റ് ചൂടായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. എന്നതിന് ശേഷം ഒരു തവി മാവ് കോരി, അധികം പരത്തിയെടുക്കരുത്. നല്ല തിക്കായ ദോശയാണ് തട്ടുദോശ എന്ന് പറയുന്നത്. ഈ ഒരു വിട്ടിൽ പരത്തി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് എണ്ണ
ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കണം. ചെറിയ തീയിൽ, ലോ ടു മീഡിയം ഫ്ലെയിമാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ തീയിൽ ഇത് കുക്കാവട്ടെ. ഇതിൻ്റെ ഒരു ഭാഗം ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടാവും. ഇത് മറച്ചിട്ടെടുക്കുന്ന ദോശയാണ്. മറച്ചും കുക്ക് ചെയ്യണം. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഭാഗം കൂടെ കുക്കായി വരട്ടെ. തിരിച്ചിട്ട ഭാഗവും കുക്കായിട്ടുണ്ട്. നമുക്ക് ദോശ എടുക്കാം. ഇതാ കണ്ടില്ലേ, തിരിച്ചിട്ട ഭാഗവും കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇനി അടുത്ത ദോശ ചുടുമ്പോൾ ഇതേപോലെ അല്പം വെള്ളം ഒഴിച്ച് റബ്ബ് ചെയ്യണം. അപ്പോൾ കുറച്ച് തട്ടുദോശകൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കാം, അധികം മെനക്കെടൊന്നും ഇല്ലാതെ. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും അല്ലെങ്കിൽ ഫിഷ് കറിയും അല്ലെങ്കിൽ വൈറ്റ് ചട്നിയോ റെഡ് ചട്നിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നീട് ഒന്ന് ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഡിഷസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.